പിണക്കം അത് മാറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ രാജ്യസന്നദ്ധ അടക്കം രമേശ് ചെന്നിത്തല അതിനൊപ്പം നിൽക്കുന്നവർ ഉന്നയിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. AICC നേതൃത്വത്തെ കാണാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുന്നില്ല. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യം ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അത് നൽകാൻ സതീശൻ തയ്യാറാകുമോ? കാരണം സാധാരണയായി മുഖ്യമന്ത്രിമാരാണല്ലോ ആഭ്യന്തര വകുപ്പ് കൂടി കൈവശം വെക്കുക. ധനകാര്യം നൽകിക്കൊണ്ട് ധനവകുപ്പ് നൽകിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ സാന്ത്വനിപ്പിക്കുക എന്ന ശ്രമം കൂടിയുണ്ട് എന്നറിയുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഈ ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് നിയുക്ത മുഖ്യമന്ത്രിയുടെ ആദ്യ കടമ്പ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ ആഭ്യന്തരം നൽകിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് സതീശൻ ക്യാമ്പ് തയ്യാറല്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്കില്ല, അതായത് ഈ മന്ത്രിസഭയിലേക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഉള്ളത്. ധനകാര്യം അടക്കമുള്ള വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ഫോർമുലയാണ് പ്രാഥമിക ചർച്ചകളിൽ ഇപ്പോഴുള്ളത്. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ രമേശ് ചെന്നിത്തലയോ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരോ തയ്യാറല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഐ ഗ്രൂപ്പിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MLA-മാർക്ക് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരണമെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് വേണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഒരുപക്ഷെ അത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് നൽകാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന സൂചനകളും അദ്ദേഹത്തിന്റെ ക്യാമ്പ് നൽകുന്നു. അതിലേറ്റവും പ്രധാനം ഭീഷണി അടക്കം മുഴക്കിക്കൊണ്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രം രമേശ് ചെന്നിത്തല ക്യാമ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നതാണ്. മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പമുള്ള ജനപ്രതിനിധികൾ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾ കൂടി അവർ കൂടി രാജ്യസന്നദ്ധത അറിയിക്കും. അങ്ങനെ സമ്മർദ്ദം ശക്തമാക്കാനാണ് രമേശ് ചെന്നിത്തല ക്യാമ്പിന്റെ തീരുമാനം. ഒരു അനുനയത്തിന് തയ്യാറാണ്, പക്ഷേ ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന നിലപാടിലുമാണ്. ഇക്കാര്യങ്ങളൊക്കെ ആണ് സതീശന് മുന്നിലുള്ള ആദ്യ കടമ്പ. അതിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് രമേശ് ചെന്നിത്തലയെ നേരിട്ട് വിളിച്ച് ചർച്ചകൾ നടത്തും. ഒരുപക്ഷെ അതിനുശേഷമാവും ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കുക. ഉഭയകക്ഷി ചർച്ചകളിൽ ഏറ്റവും പ്രധാനം ആദ്യഘട്ടത്തിൽ ലീഗുമായുള്ള ചർച്ചകളാണ്. 5 മന്ത്രിസ്ഥാനമാണ് അവർ ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും നേരത്തെ വ്യവസായം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം, പൊതുമരാമത്ത് അടക്കമുള്ള നിർണായക വകുപ്പുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ആ വകുപ്പുകളൊക്കെ അതേപടി മുസ്ലിം ലീഗിന് വിട്ടു നൽകുമോ എന്നത് നിർണായകമാണ്. അതോടൊപ്പം